അപ്പോൾ നമ്മുടെ സൂര്യണ്ണൻ്റെ ഏറ്റവും പുതിയ സിനിമ റെട്രോ ഇന്ന് തിയേറ്ററുകളിലെത്തി. ഉച്ചയ്ക്കുള്ള ഷോയ്ക്കാണ് ഞാൻ കയറി സിനിമ കണ്ടത്. അപ്പോൾ കാർത്തിക് സുബ്രാജാണ് ചിത്രത്തിൻ്റെ സംവിധാനം. കാർത്തിക് സുബ്രാജ് സൂര്യ പടം വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാനും ഇത് അനൗൺസ് ചെയ്ത സമയത്തൊക്കെ ഇതൊരു കിടിലൻ പടമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ജഗമേതന്തരം വൈബ് എനിക്ക് അടിച്ചു. ജഗമേതന്തരം എനിക്ക് വലിയ രീതിയിൽ വർക്കാവാത്തൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു വൈബ് അടിച്ചപ്പോൾ ഞാൻ എൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻ ഞാൻ ഒഴിവാക്കി അധികം ഹോപ്പ് കൊടുക്കാണ്ടാണ് ഞാൻ പിന്നെ റെട്രോയ്ക്ക് കാത്തിരുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഷോ കയറി കണ്ടു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് റെട്രോ. എനിക്ക് അത്ര മോശം സിനിമയായിട്ട് തോന്നിയില്ല, എന്നാൽ കിടുപടം കൊള്ളാം, സൂര്യയുടെ ഒരു തിരിച്ചുവരവ് അങ്ങനെയായിട്ടും എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ്. ചില സീനുകൾ അത്യാവശ്യം നല്ലൊരു ഹൈ ആയി തോന്നിയെങ്കിലും കുറേ സീനുകൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി, ഒരു കണക്ഷൻ കിട്ടാത്ത പോലത്തെ ഒരു ഫീലായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് കണക്റ്റ് ആവുന്നില്ല. പിന്നെ പോസിറ്റീവായിട്ട് പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ പെർഫോമൻസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ സൂര്യ ചിരിക്കാതെ അഭിനയിക്കണ ഒരു സംഭവം. അതായത് ആ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ ചിരിക്കില്ല, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചിരി വരാതാകുമ്പോൾ നമ്മുടെ മുഖത്ത് വലിയ ഭാവങ്ങളും വരില്ല. എന്നിട്ട് പോലും സൂര്യ അത് ചിരിക്കാതെ ആ ക്യാരക്ടർ പെർഫോം ചെയ്തൊക്കെ അത് നന്നായി ഉണ്ടായിരുന്നു. അത് പുള്ളി നന്നായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ അത് ചെയ്തതെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ തന്നെ വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ചുകൂടിയും ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിന് പോയി. കാരണം ഫസ്റ്റ് ഹാഫ് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 20 മിനിറ്റ് സീനൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി. ഫസ്റ്റ് ഹാഫിന് ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ തന്നെ മറ്റേ വെഡ്ഡിങ് സോങ്, അവിടെ വെച്ചൊരു ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ പിന്നെ ജോജുവിൻ്റെ സീനുകൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായത്. പക്ഷേ പടം തുടങ്ങി ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ പടം ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയ പോലെ എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഫസ്റ്റ് ഹാഫ് എൻ്റെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത രീതിയിലാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കയറിയപ്പോൾ ചില സാധനങ്ങൾ ഹൈ ആയിട്ട് തോന്നിയെങ്കിലും കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാത്ത ഒരു. പിന്നെ വേറൊരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സീനുകളൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിലൊരു സംഭവം ഉണ്ട്. ഞാൻ അതെന്താ തന്നെ പറയണില്ലേ, പറയുമ്പോൾ അത് സിനിമയുടെ ഉള്ളിലോട്ട് കിടക്കണ പോലെ ആയിരിക്കും. അതേപോലെ ഒരു ക്ലൈമാക്സിലൊരു സംഭവം ഉണ്ട്, വളരെ കുറച്ച് നേരം കൊണ്ട് തീർക്കേണ്ട ഒരു സാധനം അത് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിയ പോലെ എനിക്ക് തോന്നി. അതെന്താ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സീൻ ഏതാണെന്ന് മനസ്സിലാവും. അതൊന്ന് ഡ്രിം ചെയ്യായിരുന്നു. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ ഒരു 2:20 ആ ഒരു കൊതുക്കാവുന്ന ഒരു സിനിമയെ വലിച്ചു നീട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. എങ്കിലും മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല, എന്നാൽ കൊള്ളാം, സൂര്യയുടെ തിരിച്ചുവരവ് എന്നും പറയാൻ പറ്റില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവി. സൂര്യയുടെ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആവറേജ് പടം. എന്തായാലും കങ്കുവൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് ഭേദമാണ്. കങ്കുവൊക്കെ വെച്ച് നോക്കുമ്പോൾ കങ്കുവൊക്കെ ഭയങ്കര അപരാധമായിരുന്നു, കാട്ടപരാധം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം അത്രയും നമ്മളെ മുഷിപ്പിച്ചിട്ടൊന്നുമില്ല, കണ്ടിരിക്കാം. അത്യാവശ്യം കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടിരിക്കും നമ്മൾ. പിന്നെ കാർത്തിക് സുബ്രാജിൻ്റെ മേക്കിങ്ങും പിന്നെ പടത്തിൻ്റെ കളർ ഗ്രേഡിങ്ങും ഒക്കെ തിയേറ്ററിൽ കാണാൻ നൈസാണ്. ഞാൻ കണ്ടത് ഒരു 2K തിയേറ്ററായിരുന്നേ. ഒരു 4K RGB ലേസറിൽ അവിടേക്ക് കാണുകയാണെങ്കിൽ 4K RGB ലേസർ തിയേറ്ററിലൊക്കെ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആസ്വദിക്കാം ഈ പടത്തിൻ്റെ കളർ ഗ്രേഡിങ്ങും ഒക്കെ. ആ പരിപാടിക്ക് നന്നായിട്ടുണ്ട്. അതിൽ നല്ലൊരു ആവറേജ് പടം. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോ.